ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശേഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂരിൽ ആവേശമായി പ്രിയങ്ക ഗാന്ധി എത്തി. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറയുവാനായാണ് പ്രിയങ്ക ഗാന്ധി MP വണ്ടൂരിലെത്തിയത്. റോഡ് ഷോയോടെയാണ് UDF പ്രവർത്തകർ പ്രിയങ്കയെ സ്വീകരിച്ചത്. കരുളായിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 4:30യോടെയാണ് പ്രിയങ്ക ഗാന്ധി MP വണ്ടൂരിലെത്തിയത്. നിലമ്പൂർ റോഡിലെ ഫെഡറൽ ബാങ്കിന് സമീപത്തു നിന്നും തുറന്ന വാഹനത്തിൽ കയറിയ പ്രിയങ്ക ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. നൂറുകണക്കിന് പേരാണ് പ്രിയങ്കയെ കാണാനായി ടൌണിൽ തടിച്ചുകൂടിയിരുന്നത്. തുറന്ന വാഹനത്തിൽ വണ്ടൂർ ജംഗ്ഷനിലെത്തിയ പ്രിയങ്ക ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും തനിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഇതിനായി ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുമെന്നും വയനാട് MP കൂടിയായ പ്രിയങ്ക പറഞ്ഞു. When we think about this, there are two things. The first most important one is to be able to provide the proper rehabilitation and compensation that the victims deserve, which has still not been provided to them. ആ ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. I will do everything in my power to put pressure on the government to request both the central and the state governments
to provide the assistance that they have to. ദുരന്ത ബാധിതർക്ക് സഹായം ലഭിക്കാൻ എന്റെ അധികാരത്തിൽ വരുന്ന എല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സമ്മർദ്ദം ചെലുത്താൻ ഞാൻ എല്ലാം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I think the courage of the people who face this tragedy is something that all of us need to learn from. ഈ ദുരന്തം നേരിട്ട ആളുകൾ കാണിച്ച ധൈര്യം, അതിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. The way in which all of you came together to help them, no matter which area you lived in, no matter which community you belong to, is a symbol and is something that the whole country needs to know and see and to learn from. നിങ്ങൾ എങ്ങനെയാണോ ഏത് പ്രദേശത്തുള്ളവരായാലും ദുരന്ത ബാധിതരെ സഹായിക്കാൻ നിങ്ങൾ മുൻപോട്ട് വന്നത്, ഏത് മതവിഭാഗത്തിൽ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ അവരെ സഹായിക്കാൻ വന്നത്, അത് ഈ രാജ്യം മുഴുവൻ കണ്ടു പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വയനാട് ജില്ലയിലെ ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ദുരന്തമുണ്ടായതെന്നും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ വയനാട്ടിലേക്ക് ധൈര്യമായി വരണമെന്നും പ്രിയങ്ക അഭ്യർത്ഥിച്ചു. The agricultural sector, if we bring in some food packaging industries here, we can do a lot to improve the situation of farmers in Wayanad. ഇവിടെ നമ്മുടെ കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, ഭക്ഷ്യ സംസ്കരണത്തിനും പാക്കേജിങ്ങിനുമുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുത്തെ കർഷകരെ ശക്തിപ്പെടുത്തുന്നതുകൂടെ ഈ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. When I say Wayanad, I mean the whole Lok Sabha constituency. ഞാൻ വയനാട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ. And I also believe that if we strengthen tourism and we show the world what a beautiful place this is, then we can do a lot to improve your futures and to create new employment here. അതുപോലെ തന്നെ ഇവിടുത്തെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ ശക്തിപ്പെടുത്തി എത്ര മനോഹരമാണ് ഈ പ്രദേശമെന്ന ലോകത്തെ മുഴുവൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ മെച്ചപ്പെട്ട ഒരു ഭാവിയും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. മണ്ഡലത്തിൽ താമസമാക്കുമോ എന്ന് കൂടി നിൽക്കുന്ന ജനാവലിയിൽ നിന്നൊരാൾ പ്രിയങ്കയോട് ചോദിച്ചു. എന്നാൽ മണ്ഡലത്തിൽ താമസമാക്കേണ്ട കാര്യമില്ലെന്നും ഇനി ഇടയ്ക്കിടയ്ക്ക് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും ഒരുപക്ഷെ നിങ്ങൾ എന്നെ കണ്ട് മുഷിയേണ്ടി വരുമെന്നും പ്രിയങ്ക സരസമായി മറുപടി നൽകി. And I said this when I was campaigning as well. More than anything else, thank you for the love and the respect you have given me. It is a great honor for me to be your MP. ഞാൻ നിങ്ങളോട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവും ഒരു വലിയ ആദരവാണ്. എനിക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആദരവായി തന്നെ ഞാൻ കണക്കാക്കുന്നു. Where is that little boy? He looks like a little boy. He's asking you something. Tell me, ask me. I am coming here, you will get fed up of me. I love being here so much that you will get fed up. ഞാൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വരാൻ പോവാണ്. എനിക്ക് ഇവിടെ ഒരു ഇഷ്ടമാണ്. എന്നെ കണ്ട് നിങ്ങൾ മുഷിയാക്കുവാണ്. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AP അനിൽകുമാർ MLA, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, DCC പ്രസിഡന്റ് VS ജോയ്, വൈസ് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് K കുഞ്ഞാപ്പു ഹാജി, മണ്ഡലം പ്രസിഡന്റ് P ഖാലിദ്, ജനറൽ സെക്രട്ടറി PA മജീദ്, STU ജില്ലാ വൈസ് പ്രസിഡന്റ് PAK തങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.